ഫ്രാൻസിനെതിരായ ആവേശ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് വെങ്കല മെഡൽ നേടിയെങ്കിലും ഫുട്ബോൾ ലോകത്ത് ഇപ്പോഴും ചർച്ചയാകുന്നത് പരിശീലകൻ തോമസ് ടൂഹാലിന്റെ തന്ത്രങ്ങളാണ്. അർജന്റീനയ്ക്കെതിരായ സെമി ഫൈനലിൽ അമിത പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ് കളി കൈവിട്ട ടൂഹൽ ലൂസേഴ്സ് ഫൈനലിൽ കാഴ്ചവെച്ചത് തികച്ചും വ്യത്യസ്തമായ അറ്റാക്കിംഗ് ഫുട്ബോളായിരുന്നു. ഈ ഭാവമാറ്റമാണ് ഫ്രഞ്ച് പടയെ തകർക്കാൻ ഇംഗ്ലണ്ടിനെ സഹായിച്ചത്. സെമി ഫൈനലിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ടൂഹലിന്റെ സബ്സ്റ്റിറ്റ്യൂഷനുകളെയും തന്ത്രങ്ങളെയും മാധ്യമങ്ങൾ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിരുന്നു. അതിനുള്ള മറുപടി എന്നോണം ഫ്രാൻസിനെതിരെ ടീമിൽ 7 പ്രധാന മാറ്റങ്ങളാണ് അദ്ദേഹം വരുത്തിയത്. നായകൻ ഹാരി കെയ്ൻ, സൂപ്പർ താരം ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരെ ബെഞ്ചിലിരുത്താനുള്ള ധീരമായ തീരുമാനം അതിൽ ഉൾപ്പെടുന്നു. ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം ടൂർണമെന്റിലുടനീളം ബുദ്ധിമുട്ടിയ ബുക്കായോ സാക്കയ്ക്ക് ആദ്യ 11-ൽ അവസരം നൽകിയതാണ് മത്സരത്തിന്റെ വഴിത്തിരിവായത്. വലത് വിങ്ങിലൂടെ സാക്ക നടത്തിയ കുതിപ്പുകൾ ഫ്രഞ്ച് പ്രതിരോധത്തെ നിഷ്പ്രഭമാക്കി. സെമിയിൽ തോറ്റുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ട് ടൂഹൽ ഈ ആക്രമണ ശൈലി പുറത്തെടുത്തില്ല എന്ന ചോദ്യം ആരാധകർക്കിടയിൽ ശക്തമാവുകയാണ്. മത്സരത്തിന്റെ ഒന്നാം പകുതിയിൽ ഡിക്ലാൻ റൈസും എസ്രി കോൺസായും സാക്കയും ചേർന്ന് ഇംഗ്ലണ്ടിന് 4-0 വലിയ ലീഡ് സമ്മാനിച്ചപ്പോൾ കളി പൂർണ്ണമായും ഇംഗ്ലണ്ടിന്റെ കൈകളിലായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ ഫ്രാൻസ് ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ടൂഹലിന്റെ ഡിഫൻസീവ് തന്ത്രങ്ങളിലെ പിഴവുകൾ വീണ്ടും തുറന്നു കാണിക്കപ്പെട്ടു. പ്രതിരോധ നിരയിലെ വിടവുകൾ ഫ്രഞ്ച് സ്ട്രൈക്കർമാർ കൃത്യമായി മുതലെടുത്തു. സ്കോർ 4-3 ചുരുങ്ങിയ ഘട്ടത്തിൽ ഇംഗ്ലീഷ് ക്യാമ്പിൽ വീണ്ടും സെമി ഫൈനലിലെ ഭയം നിഴലിച്ചിരുന്നു. സമ്മർദ്ദഘട്ടങ്ങളിൽ പ്രതിരോധത്തിലേക്ക് വലിയുന്ന ടൂഹലിന്റെ പതിവ് ശൈലി ഇവിടെയും ഇംഗ്ലണ്ടിന് വിനയാകുമെന്ന് തോന്നിച്ചു. എന്നാൽ ഇത്തവണ ഭാഗ്യവും കളിക്കാരുടെ വ്യക്തിഗത മികവും ഇംഗ്ലണ്ടിനെ തുണയ്ക്കുകയായിരുന്നു. പകരക്കാരനായി ഇറങ്ങിയ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ 98-ാം മിനിറ്റിലെ മാന്ത്രിക ഗോളാണ് ഇംഗ്ലണ്ടിന് ആശ്വാസ ജയമൊരുക്കിയത്. മധ്യനിരയിൽ നിന്ന് പന്തുമായി കുതിച്ച് ഫ്രഞ്ച് പ്രതിരോധത്തെ വെട്ടിയൊഴിഞ്ഞ് ബെല്ലിംഗ്ഹാം നേടിയ ആ ഗോൾ ടൂഹലിന്റെ തന്ത്രങ്ങൾക്കപ്പുറം കളിക്കാരുടെ പ്രതിഭയുടെ വിജയമായിരുന്നു എന്ന് വിലയിരുത്തേണ്ടി വരും. മുൻ ഇംഗ്ലണ്ട് താരം സ്റ്റീഫൻ വാർനോക്ക് നിരീക്ഷിച്ചതുപോലെ ഈ ടൂർണമെന്റിൽ ഇംഗ്ലണ്ട് കളിച്ച ഏറ്റവും മനോഹരമായ ഫ്രീ ഫ്ലോയിങ് ഫുട്ബോളായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കണ്ടത്. ആക്രമണത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ഇംഗ്ലണ്ട് എത്രത്തോളം അപകടകാരികളാകും എന്നതിന്റെ തെളിവ് കൂടിയാണിത്. എങ്കിലും പ്രതിരോധ നിരയിലെ പാളിച്ചകൾ ടൂഹലിന് വരും നാളുകളിൽ വലിയ തലവേദനയാകും. ഒന്നിനു പുറകെ ഒന്നായി 4 ഗോളുകൾ വഴങ്ങേണ്ടി വന്നത് ഒരു ലോകോത്തര ടീമിന് ചേർന്നതല്ല. പ്രത്യേകിച്ച് 2 ഗോളുകളുടെ ലീഡുള്ളപ്പോൾ കളി നിയന്ത്രിക്കുന്നതിൽ മധ്യനിര പരാജയപ്പെട്ടു. വിജയത്തിനിടയിലും ടൂഹലിന്റെ പരിശീലന ശൈലിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. അർജന്റീനയ്ക്കെതിരെയും ഇതേ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് പുറത്തെടുത്തിരുന്നുവെങ്കിൽ ഇംഗ്ലണ്ടിന് ഒരുപക്ഷെ ഫൈനൽ കളിക്കാമായിരുന്നു എന്ന നിരാശ ഇപ്പോഴും ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്.